നാടിന്റെ ഉത്സവമാക്കി ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് നിർവഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും 3,90,00,000 രൂപ ഉപയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം നാടിന് സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും 3.90 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 15 ക്ലാസ് മുറികൾ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ നിലയിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശുചിമുറികൾ, പെൺകുട്ടികൾക്ക് വിശ്രമമുറി, 4 ലാബുകൾ എന്നിവയും ഇവിടെയുണ്ട്. ഭാവി ലിഫ്റ്റ് സംവിധാനം ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളും കെട്ടിടത്തിലുണ്ട്. വാദ്യമേളങ്ങളോടെയാണ് മന്ത്രി എം രാജേഷിനെ സ്കൂളിലേക്ക് വരവേറ്റത്. കെട്ടിടോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല MLAയുമായ എം രാജേഷ് നിർവഹിച്ചു. കേരളത്തിലെ LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വലിയ പിന്തുണയാണ് സ്കൂളുകൾക്ക് നൽകി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ LDF ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആകെ ചെലവഴിച്ചത് 3,500 കോടി രൂപയാണ്. 3,500 കോടി രൂപ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി. അങ്ങനെയാണ് ആനക്കര സ്കൂളിന് 3,90,00,000 കിട്ടിയത്. ആനക്കര സ്കൂളിന് മാത്രമല്ല, ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഡയറ്റ് ലാബ് സ്കൂളിന് ഇതേ തുക കിട്ടിയിട്ടുണ്ട്. ചാത്തന്നൂർ സ്കൂളിന്, മേടത്തൂർ സ്കൂളിന്, അതുപോലെ കുമരനെല്ലൂർ സ്കൂളിന്, ഇങ്ങനെ 6 സ്കൂളുകൾക്ക് 3,90,00,000 വെച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ 1,30,00,000 കിട്ടിയ സ്കൂളുണ്ട്, 1 കോടി കിട്ടിയ സ്കൂളുണ്ട്. പ്ലാൻ ഫണ്ടിൽ നിന്ന് 2 കോടി ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കക്കാട്ടരി GOP സ്കൂളുണ്ട്. പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പരിതൂർ GLP സ്കൂളുണ്ട്. കഴിഞ്ഞ 3 കൊല്ലവും 10 മാസവും കൊണ്ട് ഈ തൃത്താല മണ്ഡലത്തിലെ 38 സ്കൂളുകൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കാൻ. അതിൽ 27 സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങളാണ്. ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനൊപ്പം ഒക്കെ നിൽക്കാവുന്ന കെട്ടിടങ്ങൾ 26 സ്കൂളിനും തൃത്താല ഗവൺമെന്റ് കോളേജിലും, 11 സ്കൂളുകൾക്ക് ബസ്, ലബോറട്ടറി, ലൈബ്രറി, ഫർണിച്ചർ തുടങ്ങിയവ. ഇന്നലെ 7 സ്കൂളുകൾക്ക് ഫർണിച്ചർ ലഭ്യമാക്കി. തൃത്താല മണ്ഡലത്തിൽ 3 വർഷക്കാലത്തിനിടെ 37 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് പരമാവധി ഫണ്ട് ലഭ്യമാക്കാൻ കഴിഞ്ഞെന്നും ഇതിലൂടെ 27 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങളും നിർമ്മാണം പൂർത്തിയായെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VP ഷാനിബ, ആനക്കര സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ PK ബാലചന്ദ്രൻ, PC രാജു, CP സവിത തുടങ്ങി മറ്റ് ജനപ്രതിനിധികൾ, DDE P സുനിജ, AO പ്രസാദ്, BPCP ദേവരാജ്, സ്കൂൾ PTA പ്രസിഡന്റ് VP ഷിബു, SMC ചെയർമാൻ M രവീന്ദ്രൻ, MPTA പ്രസിഡന്റ് ശ്രീജ, വൈസ് പ്രിൻസിപ്പൽ KV അലി അസ്ഗർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ K സുരേന്ദ്രൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ AK അനിൽകുമാറിനും അധ്യാപകരായ MP സതീഷ്, M രാമദാസ്, കോൺട്രാക്ടർ വേലായുധൻ എന്നിവർക്ക് മന്ത്രി എം രാജേഷ് മൊമെന്റോ കൈമാറി. NCV ന്യൂസ്, തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.